ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ലവ്ലി ഷൗട്ട്സിൻ്റെ മറ്റൊരു മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. LP, UP, LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 ചോദിച്ച SLC മെയിൻ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് നവ ഉദാരവൽക്കരണം. നവ ഉദാരവൽക്കരണമാണ് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്. നവ ഉദാരവൽക്കരണം. ആൻസർ ഓപ്ഷൻ ബി ആണ് നവ ഉദാരവൽക്കരണം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സുമൻ ബേരി. സുമൻ ബേരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ ചെയർമാനാണ് ഓപ്ഷൻ നരേന്ദ്രമോദി, അതായത് പ്രധാനമന്ത്രി. ചെയർമാനാണ്, വൈസ് ചെയർമാനാണ് സുമൻ ബേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് മെഡിസെപ്പ്. മെഡിസെപ്പാണ് കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. മെഡിസെപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ് തളിര്. തളിരാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്. ഓപ്ഷൻ സി തളിര്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരനാര്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരനാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുൽദീപ് യാദവ്. കുൽദീപ് യാദവ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ. ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരനാണ് കുൽദീപ് യാദവ്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1952. 1952 മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം. 1952. ഓപ്ഷൻ എ. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വോസ്റ്റോക്ക് 1. വോസ്റ്റോക്ക് 1 ആണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര്. വോസ്റ്റോക്ക് 1. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജൂലൈ 21. ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ചാന്ദ്രദിനം ജൂലൈ 21. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹരിഹരൻ. ഹരിഹരനാണ് 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രനാണ്. ഡയറക്ടറായ TV ചന്ദ്രനാണ് 2022 അതായത് 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രൻ ഡയറക്ടർ. സംവിധായകനായ TV ചന്ദ്രനാണ് 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത്.
അപ്പോൾ ഇവിടെ 2019 സി ഹരിഹരനാണ്. ഓപ്ഷൻ സി ഹരിഹരനാണ് ജെ.സി. ഡാനിയൽ പുരസ്കാരം 2019 നേടിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹരിയാന. ഹരിയാന സംസ്ഥാനത്തെ വ്യക്തിയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിലാണ് അദ്ദേഹം സ്വർണം നേടിയത്. ജാവലിൻ ത്രോ. അപ്പോൾ ഇവിടെ ആൻസർ ഹരിയാന. ഓപ്ഷൻ ഡി ഹരിയാന. 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആണ്. PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് പോൾ ലിഞ്ചിനാണ്. അദ്ദേഹത്തിൻ്റെ നോവലാണ് പ്രോഫറ്റ് സോങ് എന്ന നോവൽ എഴുതിയ ഐറിഷ് റൈറ്ററായ പോൾ ലിഞ്ചിനാണ് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. പോൾ ലിഞ്ച് ഐറിഷ് റൈറ്ററാണ്. അദ്ദേഹം എഴുതിയ നോവലാണ് പ്രോഫറ്റ് സോങ്. അതിനാണ് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് 2023 ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2023 പോൾ ലിഞ്ചാണ്, ഐറിഷ് റൈറ്ററാണ്. നോവൽ പ്രോഫറ്റ് സോങ് ആണ്. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം? 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, റോമിലാണ് 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി റോമാണ്. 2024 G20 രാജ്യങ്ങളുടെ സമ്മിറ്റ് നടക്കുന്നത് ബ്രസീലിലാണ്. റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 G20 സമ്മേളനം നടക്കുന്നത് ബ്രസീലിലാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 2024 നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം? ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏത്? ഓപ്ഷൻ ബി ആണ്, ചെറുകുടലിൽ വെച്ചാണ് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ്, നിശാന്തത. ജീവകം എയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. സങ്കര ഇനം തക്കാളി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം തക്കാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുക്തി. 55 ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുക്തിയാണ് സങ്കരയിനം തക്കാളി. മുക്തിയാണ് തന്നിരിക്കുന്നവയിൽ സങ്കരയിനം തക്കാളി. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, തെന്മലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത്? പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം. കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏത്? ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ്റെ പേരെന്ത്? ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ. ഓപ്ഷൻ എ ആണ്, കോവാക്സിൻ ആണ് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ. കോവാക്സിൻ. നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏത്? ഓപ്ഷൻ സി വൈറസ് ആണ്
നിപ്പ രോഗത്തിന് കാരണമായ ജീവി വൈറസ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏത്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വികിരണം. വികിരണമാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയുടെ പേര്. വികിരണം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം. 60ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വികിരണം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SLC ലെവൽ മെയിൻ പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.